മതഗതാഗതം മതഗതാഗതം പദം സദഗത മതഗത ഗുദ സദ മത ഗുദ മത നിത ദിഗ ഗുദ സാസ തുതു കൂത കൂത മഹാസു അനുഗ്രഹിക്കണമേ മഹാസു. മഹാസു അനുഗ്രഹിക്കണമേ മഹാസു. സംസാരിക്കുന്ന നായോ? നീ എന്തൊക്കെ കാണാതിരിക്കുന്നു മഹാസു. അങ്ങേ അറ്റത്തിരിക്കുന്നത് ഡിൻസി, എൻ്റെ ഫ്രണ്ടാണ്. ഇത് കോക്കോ, അതും എൻ്റെ ഫ്രണ്ടാണ്. ഇവരൊക്കെയാണ് മഹാസു എന്നെ ഇവിടെ എത്തിച്ചത്. മഹാസു അനുഗ്രഹിക്കണേ മഹാസു. അപ്പോ 3 പേർക്കും അനുഗ്രഹം വേണോ? I am a bloody atheist. മഹാസു അനുഗ്രഹിക്കണേ മഹാസു. എല്ലാം പരാജയപ്പെട്ടു മഹാസു, എല്ലാം പരാജയപ്പെട്ടു മഹാസു. കലികാലം. മഹാസു ഒഞ്ഞ മോങ്ങാതിയടോ. CD ബിസിനസ് ചെയ്തു, പൊട്ടി തകർന്നു മഹാസു. ബൾബ് ഷോപ്പ് തുടങ്ങി, ഷട്ടർ വീണു. ഫിഷ് മാർക്കറ്റ് തുടങ്ങി, പ്ലം. യൂട്യൂബ് ചാനൽ തുടങ്ങി, പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി. എല്ലാം പരാജയമായിരുന്നു മഹാസു, എല്ലാം പരാജയമായിരുന്നു. കാത്തുരക്ഷിക്കണേ മഹാസു, കാത്തുരക്ഷിക്കണേ മഹാസു. മരിക്കുന്നതിന് മുമ്പ് പ്രശസ്തനാവണം, അതാണ് ഇദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് വിഷ്. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇനിയുമോ? യൂട്യൂബിൽ എല്ലാ ചാനലും ഞാൻ തുടങ്ങിയതാ മഹാസു. വ്ലോഗ് വീഡിയോ ചെയ്തു, ഫിഷിംഗ് വീഡിയോ ചെയ്തു, കുക്കിംഗ് വീഡിയോ ചെയ്തു, ട്രാവൽ വീഡിയോ ചെയ്തു. ആനി ചെയ്യാനൊരു വീഡിയോ ഇല്ല, എല്ലാം പൊട്ടി മോശം. മഹാസു മഹാസു അനുഗ്രഹിക്കണമേ മഹാസു. പരാജയപ്പെട്ടവനോളം അനുഭവം വിജയിച്ചവർക്കില്ല. ഒരു നോവൽ എഴുതൂ. ഇയാൾക്ക് കഥാവാസന 0 ആണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. നിനക്ക് എഴുതാൻ അറിയാവോ? ഇതൊരു ആവശ്യം വന്നിട്ടില്ല. ഈ മഹാസുവിനെ വിശ്വസിക്കുന്നതിനോളം വിശ്വാസത്തിന് ആയുസ്സുണ്ട്. ഇനി മുതൽ ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കണം. അവിടുത്തെ ഇഷ്ടം പോലെ മഹാസു. ഉപദേശക്കൂത്തൊഴുക്കുകൾ ഉത്തേക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്. എങ്കിലും ഓർക്കുക, ഓർക്കുക, പണ്ടൊരു കവിയുടെ കാലിൽ തൂകാൻ കാലൻ പോലും വിറച്ചിരുന്നു. ഇന്നൊരു കവിയെ തള്ളിപ്പറയാൻ വാളൂരുന്നൊരു കാലം. ഇന്നൊരു കവിയെ തള്ളിപ്പറയാൻ വാളൂരുന്നൊരു കാലം. ഉപദേശത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്. ഓർക്കുക,
എങ്കിലും ഓർക്കുക. കാതുക ചെകിളകൾ കുത്തിക്കീറാൻ ഒരു പനയോലത്തുണ്ട്. കാതുക ചെകിളകൾ കുത്തിക്കീറാൻ ഒരു പനയോലത്തുണ്ട്. മാപ്പുക തേടി കുന്നിൻമുകളിൽ ജനകോടികളുടെ തള്ളും തിരക്കും തള്ളും തിരക്കും. മാപ്പുക തേടി ജനകോടികളുടെ തള്ളും തിരക്കും. മാപ്പുക തേടി കുന്നിൻമുകളിൽ ജനകോടികളുടെ തള്ളും തിരക്കും തള്ളും തിരക്കും. അറിയാനില്ലിവിടാരും ഒരു മഹാകവിയുടെ പ്രതിഭാസങ്ങളെ. അറിയാനില്ലിവിടാരും ഒരു മഹാകവിയുടെ പ്രതിഭാസങ്ങളെ. പ്രതിഭാസങ്ങളെ. ചെവിയില്ലാ കുന്നിലെ വായില്ലാശ്വമേധം പറക്കുന്നു പായുന്നു ഉപദേശക്കെട്ട് കഥകളുമായി. ചെവിയില്ലാ കുന്നിലെ വായില്ലാശ്വമേധം പറക്കുന്നു പായുന്നു ഉപദേശക്കെട്ടു കഥകളുമായി. ചിതലെടുത്തു തുരുമ്പു കേറിയ മനുഷ്യ മനസ്സിന്റെ അവബോധതലത്തിന്റെ ഉൾക്കകൾ വീണ ചാമ്പൽ കൂനകൾ കണ്ണുകെട്ടി വട്ടം ചുറ്റി ഇരുട്ടിനെ കാത്ത്. ചിതലെടുത്ത മനുഷ്യ മനസ്സിന്റെ അവബോധത്തിൽ ഉൾക്കകൾ വീണ ചാമ്പൽ കൂനകൾ കണ്ണുകെട്ടി വട്ടം ചുറ്റി ഇരുട്ടിനെ കാത്ത്. മൗനത്തിന്റെ നെല്ലിപ്പലകയിൽ മനസ്സിന്റെ ചിഹ്നങ്ങൾ തെളിയുമ്പോൾ. മൗനത്തിന്റെ നെല്ലിപ്പലകയിൽ മനസ്സിന്റെ ചിഹ്നങ്ങൾ തെളിയുമ്പോൾ. ഇനിയും ഒരു ഉപദേശ പെരുമഴയായി. ഉപദേശ കുത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്. ഉപദേശ കുത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്. എങ്കിലും ഓർക്കുക. മഹാസു അനുഗ്രഹിക്കണേ മഹാസു. ഹായ് സുഹൃത്തുക്കളെ, യു ഇൻട്രസ്റ്റഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോക്കോ, ഡിൻസി, മഹാസു അനുഗ്രഹിക്കണേ മഹാസു. മഹാസു നമ്മളെടുത്ത് പറഞ്ഞതല്ലേ ഒരിക്കൽ കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. നിങ്ങൾ കേട്ടതാണല്ലോ. പിന്നെ ഇപ്പൊ എന്തോ പ്രശ്നം? ഡിൻസി, പ്ലീസ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂ പ്ലീസ്. സോറിയുടെ കണ്ണാപ്പി, നിന്റെ ഡിപ്രഷൻ എനിക്കും കേറിയെന്നാ തോന്നുന്നേ. ഡിപ്രഷൻ? പ്ലീസ് തെളിച്ചു പറയൂ. വാട്ട് ഡിപ്രഷൻ? എന്താണ്? പറയൂ. ഡെൻസി, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ അത്രയും ലോകപരിചയം എനിക്ക് ഇല്ലെന്നുള്ള കാര്യം. പ്ലീസ്. ഓ, യു ഇൻട്രസ്റ്റഡ് യൂട്യൂബ് ചാനല് വെറൈറ്റി അല്ലേ? വെറൈറ്റി വോയിസ് അല്ലേ? പിന്നെന്താണ് പ്രശ്നം? വാട്ട് വെറൈറ്റി? പിന്നെ എന്താണ് വെറൈറ്റി? കളകുളം ക്ലബിലെ ഓണാഘോഷത്തിനിട്ട് ആ ഫാൻസി ഡ്രസ് ഇട്ടാലോ? അതിലെനിക്ക് പ്രൈസ് കിട്ടിയില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, ഒരുപാട് വിരൂപ പ്രശംസ നേടിത്തന്ന കോസ്റ്റ്യൂമായിരുന്നു അത്. ഞാൻ ഇനി ഇടണോ?
ഇടണോ? എങ്ങനെയുണ്ട് എന്റെ പുതിയ വേഷം? കിടിലല്ലേ? നമുക്ക് പ്രൈസ് തരാതിരുന്നത് അവന്മാരുടെ കറുത്ത കൈകളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേഷത്തിന് പ്രൈസ് തരാതിരിക്കും അവന്മാര് മണ്ടന്മാരല്ലേ? അതാ ഞാൻ പറഞ്ഞ ഓണാശ പരിപാടിക്കൊന്നും ഞാൻ ഇനി പങ്കെടുക്കത്തില്ല. എൻ്റെ ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ പോകേണ്ടതാണ്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എന്താ പറയാൻ വന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, വെൽക്കം ടു യു ഇൻട്രസ്റ്റഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഓക്കെ, ചാനലിൽ ഒരു വെറൈറ്റി പേര് കൊണ്ടുവരാൻ നോക്ക്. ഞാൻ മുമ്പ് നമ്മുടെ പഴയ ട്രാവൽ വ്ലോഗിനിട്ട ആ പേരെടുത്ത് ഉപയോഗിച്ച എങ്ങനെയുണ്ട്? വെറൈറ്റി ആവൂ? ഹേ ബ്രോ, പുരിങ്ങിയ കപ്പ വെച്ച് ജ്യൂസ് അടിക്കല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ശരിക്കും എനിക്ക് ഡിപ്രഷൻ ആടാ. ദേ നിൽക്കുന്ന ഡിപ്രഷന്റെ ഉസ്താദ്, അങ്ങോട്ട് ചോദിക്ക്. അതൊരു വാസ്തവമാണ്. പ്ലീസ് പ്ലീസ്, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കാതെ ഇവിടെ ഇപ്പോ എന്ത് ചെയ്യാന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും കൂടെ പറ. അതാണ് എനിക്കിപ്പോ വേണ്ടത്. മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ. നമുക്ക് മഹാസുവിനോട് ചോദിച്ചാലോ? ഫ്രീ ആയി കാറ് തന്ന ലാലിനോട് സ്റ്റെപ്പിന് ഇനി ചോദിക്കരുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? Yes, half cooked stories. Action. വെൽക്കം ടു ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കും തോന്നുന്നു. Yes, half cooked story mission. മിഷൻ? ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ. Action. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ മൈ യൂട്യൂബ് ചാനൽ. സ്വാഗതം. എന്തു പറ്റി? കണ്ണാപ്പി, നിന്റെ വാശിക്ക് ഒരു സ്വാദില്ലടാ. രുചിയോ? കരിഞ്ഞ പോപ്കോൺ പോലെ. ഒരു ഡിപ്രഷനിസ്റ്റ് മറ്റൊരു ഡിപ്രഷനിസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. Do you understand? പ്ലീസ് എന്തെങ്കിലും ഒരു ഐഡിയ പറയൂ പ്ലീസ്. ഒരു മദ്യപാനിയുടെ ഭാഷ കടമെടുത്താലോ? നോ നോ നോ. സുത്തമണിയുടെ ഡിപ്രഷൻ ചോര വയലന്റ് ആവുകയാണ്. ഞാൻ ഒരിക്കലും ഒരു ലഹരിക്കും സപ്പോർട്ട് ചെയ്യില്ല. കാരണം What's it? ഞാനൊരു വിശ്വാസിയാണ്. ഹമ്പട പുൾസു ആക്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാലും അത് ശരിയാവില്ല. മദ്യപാനിയായ കഥാപാത്രങ്ങളെ എക്കാലവും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു. Very very interesting point. ഈ മഹാസുവിനെ വിശ്വസിക്കുന്നതിനോളം വിശ്വാസത്തിന് ആയുസ്സുണ്ട്. മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ, മഹാസു. ആക്ഷൻ. ഉപദേശ കുത്തൊരുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു
ജീവനാണിത്. എങ്കിലും ഓർക്കുക, ഉപദേശ കുത്തൊരുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്, ജീവനാണിത്. എങ്കിലും ഓർക്കുക, പണ്ടൊരു കവിയുടെ കാലിൽ തൂങ്ങിയ കാലം പോലും വിറച്ചിരുന്നു. ഇന്നൊരു കവിയെ തള്ളിപ്പറയാൻ വാളൂരുന്നൊരു ലോകം. കാതുകൾ, ചെകിളകൾ കുത്തിക്കീറാനൊരു പനയോളത്തുണ്ട്. മാപ്പുകൾ തേടി കുന്നിൻ മുകളിൽ ജനകോടികളുടെ തള്ളും തിരക്കും, ജനകോടികളുടെ തള്ളും തിരക്കും, തള്ളും തിരക്കും. അറിയാനില്ലിവിടാരും ഒരു മഹാകവിയുടെ പ്രതിഭാസങ്ങളെ, അറിയാനില്ലിവിടാരും ഒരു മഹാകവിയുടെ പ്രതിഭാസങ്ങളെ. ഉപദേശ കുത്തൊരുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്, ജീവനാണിത്. എങ്കിലും ഓർക്കുക, ചെവിയില്ല കുന്നിലെ തലയില്ല അശ്വമേധം, പറക്കുന്നു പായുന്നു ഉപദേശ കെട്ടുകഥകളുമായി. ചിതിലെടുത്തു തുരുമ്പ് കയറിയ മനസ്സിൻ അവബോധത്തിൽ ഉൽക്കകൾ വീണു ചാമ്പൽ കൂനകൾ. മൗനത്തിന്റെ നെല്ലിപ്പലകയിൽ മനസ്സിന്റെ ചിഹ്നങ്ങൾ തെളിയാതാവുമ്പോൾ ഇനിയൊരു ഉപദേശ പെരുമഴ പെയ്യാതെ, ഉപദേശ കുത്തൊരുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്, ജീവനാണിത്. എങ്കിലും ഓർക്കുക. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ. വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം. എൻ്റെ ഒരു ചോദ്യം ഇത്രയുള്ളൂ. കഥകളി മലയാളികളുടെ മഹത്തായ കലാരൂപമാണോ? എന്ത്? കഥകളി മലയാളികളുടെ മഹത്തായ കലാരൂപമാണോ? ഒരു ചോദ്യചിഹ്നമാണ്. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ ചോദിക്കുന്നു. അതെ, കഥകളി മഹത്തായ ഒരു കലാരൂപം തന്നെയാണ്. പക്ഷേ എനിക്ക് കഥകളി ഇഷ്ടമല്ല. കാരണം ഒരു നിലവിളക്കണയുന്നത് വരെ ഇതുവരെ ഒരു വട്ടം പോലും ഞാൻ കഥകളി കണ്ടു തീർത്തിട്ടില്ല. സത്യം ഇതാണ്, എനിക്ക് കഥകളി ഇഷ്ടമല്ല. ഇനി നിങ്ങൾക്ക് തോന്നാം, ഇവൻ ഒരുത്തനടിച്ച് ഫിറ്റായി സോഷ്യൽ മീഡിയ കഥകളെ കുറ്റം പറയുകയാണ്. നോ, ഞാനൊരു വിത്തൗട്ട് ആൽക്കഹോളാണ്. കാരണം എൻ്റെ വയറ്റിനുള്ളിൽ ഞാൻ അറിയാതെ ചില ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട്. സയന്റിഫിക്കലായി പറയേണ്ട കുറെ കാര്യങ്ങളാണ്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ നെറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടും ഇതിൻ്റെ പേര്. ബ്ലൂബെറി സിൻഡ്രം എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എനിക്കിത് ചെയ്യാനുള്ള കുറച്ചുകൂടി കേപ്പബിലിറ്റി ഉണ്ടാക്കി തന്നത് ഈ ഒരു അവസ്ഥയായിരിക്കണം. അതിൽ നിന്നാണ് ഞാൻ ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എത്തിച്ചേർന്നത്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടി എന്തും തുറന്നു പറയാൻ ഞാൻ ഇവിടെ ഉണ്ടാകും. നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ദാരിദ്ര്യത്തിന്റെ വയറ്റിൽ കുത്തി നിർത്തി കറങ്ങുന്ന കഥകളിക്ക് എന്താശ്വാസമാണ് നൽകാൻ കഴിയുന്നത്? എന്നാൽ ആശ്വാസം നൽകാൻ കഴിയുന്നതല്ല ഒരു കലാരൂപം. ഓക്കെ, ഇനി എനിക്ക് ആശ്വാസം നൽകിയ കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ലളിതഗാനം, സിനിമാ ഗാനങ്ങൾ, സിനിമാ ഗാനമേള, ബോക്സിങ്, മാജിക്. എടുത്തു പറയേണ്ട ഒരു സാധനം ബോക്സിംഗ് ആണ്. ബോക്സിങ്ങിന്റെ ഒരു പ്രത്യേകത, ബോക്സിംഗ് നമുക്ക് ഇഷ്ടപ്പെടുന്നതോടുകൂടി നമ്മൾ പരാജയപ്പെട്ടവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരു കലാരൂപമാണ്. സ്പോർട്സ് ആണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു കലാരൂപമാണ്. ബോക്സിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമാണ്. ഓക്കെ, പിന്നെ മിമിക്രി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലെ കുട്ടികൾക്ക്, യുവതലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റും ഫുട്ബോളുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയ എന്ന് പറയും, ഞാൻ അങ്ങനെ പറയത്തില്ല. കേരളത്തിലെ യുവതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുട്ബോളും ക്രിക്കറ്റും സിനിമയുമാണ്. മനസ്സിലായ? അതാണ്. എന്തിനാണ് ഇവൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, സുഹൃത്തുക്കളെ, ഞാനൊരു നോവൽ എഴുതാൻ പോവുകയാണ്. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എന്ന ഈ യൂട്യൂബ് ചാനൽ അതിനുവേണ്ടി തയ്യാറാവുകയാണ്. അതിനുവേണ്ടി പറ്റുന്ന എഴുത്താളുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ് ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ, ഈ ചാനൽ. ഓക്കെ, ഇനി ഒരു സത്യം പറയാം.
ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എന്നത് എൻ്റെ ശവക്കല്ലറയിൽ കുത്തിവെക്കേണ്ട വരികളാകും. ഇഷ്ടപ്പെട്ട ശരിയായ കവിത പാടുന്ന കാര്യം പറയണ്ടേ? നമസ്കാരം പ്രേക്ഷകരെ, ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എന്ന വെബ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് മഹാസുവിനോട് ചോദിച്ചാലോ? ഫ്രീ ആയി കാറ് തന്ന ഒരാളിനോട് സ്റ്റെപ്പിന് ഇനി ചോദിക്കരുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു നോവൽ എഴുതൂ. ഇയാൾക്ക് കഥാവാസന 0 ആണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ. ആക്ഷൻ. ഉപദേശ കുത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിത്. ഓർക്കുക, എങ്കിലും ഓർക്കുക. മാപ്പുകൾ തേടി കുന്നിൻ മുകളിൽ ജനകോടികളുടെ തള്ളും തിരക്കും. ഇനി ഒരു സത്യം പറയാം. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എന്നത് എൻ്റെ ശവക്കല്ലറയിൽ കുത്തിവെക്കേണ്ട വരികളാകും. മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ, മഹാസു. ഇതിലേക്ക് ഇനി ഉപദേശക്കുത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിതെങ്കിലും എങ്കിലും ഓർക്കുക. ഈ കവിത നിങ്ങൾ പാടി നിങ്ങളുടേതായ ഇഷ്ടത്തിൽ പാടി അയച്ചു തരിക. നമ്മുടെ വെബ് സീരീസിൻ്റെ ഭാഗമായി ഈ ചാനലിൽ തന്നെ അത് പ്രദർശിപ്പിക്കുന്നതായിരിക്കും. വെബ് സീരീസിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതിലൂടെ ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക്, വാട്സപ്പ് ലിങ്ക്, ടെലഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഹായോട് കോക്കോ ഹായ് പറഞ്ഞ് ഹായ് 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 ഹായ്.